கண்ணால நான் சுற்றி வந்தேன் பின்னால மாங்குயிலே பூங்குயிலே சேரி ஒன்று கேடு ஒன்னமான இட தேடி வரும் நாடு எந்த நாடு வெங்கலத்து செம்பு அத தொட்டெடுத்து தலையில் வச்ச பொங்குதடி தெம்பு மட்டெடுத்து உடுத்தி வந்த பாண்டியரு தேரு இப்போ கிட்ட வந்து கிணறுதடி என்ன படு ஜோரு கண்ணு கழகா பொண்ணு சிரிச்சா பொண்ணு மனச தொட்டு பறிச்சா தன்னந்தனியா எண்ணி ரசிச்சா கண்ணு வலதா விட்டு விரிச்சா ஏறெடுத்து பார்த்து எம்மா நீரெடுத்து பூத்து சீரெடுத்து வார எம்மா சேர்த்து என்ன தேத்து முத்தையன் படிக்கும் முத்திர கவிக்கு நிச்சயம் பதில் சொந்தனும் மயிலு மாங்குயிலே பூங்குயிலே தேடி ஒன்று கேடு ஒன்ன மால இட தேடி வரும் நாடு எந்த நாடு ஒன்ன மறந்திருக்க ஒரு பொழுதும் அறிய எம்மா கண்ணி முகத்தை விட்டு வேறெதையும் தெரிய வங்கத்தில விளைஞ்ச மஞ்ச கிழங்கெடுத்து உரசி எம்மா இங்கு மங்கும் பூசி வரும் எழிலிருக்கும் அரசி குடியிருப்போம் குண்டு கிளிய கொஞ்சி கிடப்போம் வாடி வெடியே ஜாட சொல்லித்தான் பாடி அழைச்ச சம்மதம்னு சொல்லு கிளியே சாமத்தில வார எம்மா சாமந்தி புத்தார கோவப்பட்டு பார்த்தா எம்மா வந்த வழி போற சந்தனங்கரைச்சி பூசணும் எனக்கு முத்தையங்கணக்கு மொத்தமும் உனக்கு மாங்குயிலே பூங்குயிலே சேரி பொண்ணு கேடு ஒன்ன மாலை இட தேடி வரும் நாடு எந்த நாடு மாங்குயிலே பூங்குயிலே சேரி பொண்ணு கேடு ஒன்ன மாலை இட தேடி வரும் நாடு எந்த நாடு முத்து முத்து கண்ணால நான் சுத்தி வந்தேன் பின்னால மாங்குயிலே பூங்குயிலே சேரி ஒண்ணு கேடு ஒன்ன மாலை இட தேடி வரும் நாடு எந்த நாடு. ഓക്കേ, എങ്ങനെയുണ്ടായിരുന്നു? 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 ഓക്കെ മക്കളെ, ടാറ്റാ പറഞ്ഞോ. കൂട്ടുകാരെ, 1989 ഇറങ്ങിയ കരൈക്കാട്ടുകാരൻ എന്ന തമിഴ് സിനിമയിൽ ശ്രീ ബാലസുബ്രഹ്മണ്യം സാർ ആലപിച്ച ശ്രീ ഇളയരാജ സാർ സംഗീതം നൽകിയ ഈ മനോഹരമായ ഗാനം കൃത്യം 40 മിനിറ്റ് സമയത്ത് വീടിൻ്റെ പരിസരത്തുള്ള മനോഹരമായ ഒരു പാടത്തിൻ്റെ വരമ്പിലായിട്ടാണ് ഷൂട്ട് ചെയ്തത്. മഴ സമയമൊക്കെ ആയിരുന്നതിനാൽ കുടയൊക്കെ ആയിട്ട് പോയി. ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ അഭാവത്തിൽ ഫോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പാട്ട് കേട്ടാണ് ഈ സോങ് മുഴുവൻ കൊറിയോഗ്രാഫ് ചെയ്തത്. നിത്യതി അഭിരാമി മോളും അനാമിക മോളും മീനാക്ഷി മോളും ജനമോളും ഈ പാട്ട് കേട്ട് അതിൻ്റെ താളത്തിന് അവരാൽ കഴിയുന്നതിൻ്റെ പരമാവധിയായിട്ട് തന്നെ അത്രയും കുറഞ്ഞ സമയത്ത് ഈ നൃത്തം ചെയ്തു കേട്ടോ. ചവിട്ടുന്ന ഭാഗം മുഴുവൻ ചരലായിരുന്നതിനാൽ 4 പേരും നന്നേ ബുദ്ധിമുട്ടി.
പാടത്തിൻ്റെ സൗന്ദര്യം തന്നെ ഫോക്കസ് ചെയ്താണ് മുഴുവനും ഷൂട്ട് ചെയ്തത്. സൈഡൊക്കെ ദാ ഇങ്ങനെയായിരുന്നു. സാരിയൊക്കെ ചുറ്റിയെടുത്ത് ഒരുക്കത്തിൽ ഒരല്പം തമിഴ് ടച്ച് വരാനായിട്ട് നന്നേ ശ്രദ്ധിച്ചു. ഇടയ്ക്ക് മഴച്ചാറ്റൽ കൂടിയപ്പോൾ സൺഷെയ്ഡിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഈ ഷൂട്ട് കണ്ടിന്യൂ ചെയ്തായിരുന്നു. ശരിക്കും ഇതിൻ്റെ ആ ഒരു താളം അത് അതിഗംഭീരം തന്നെയാണ്. അതിനനുസരിച്ച് എഡിറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുമായിരുന്നു. ചെറിയ സൗകര്യത്തിൽ മനോഹരമായ ഈ ഗാനം കഴിയും വിധം തന്നെ കൊറിയോഗ്രാഫ് ചെയ്യാൻ ശ്രമിച്ചു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും അഭിപ്രായം അറിയിക്കണം കേട്ടോ. പെട്ടെന്നുണ്ടായ ഒരാഗ്രഹത്തിൽ ഈ പാട്ട് സെലക്ട് ചെയ്യുകയും കഴിയും വിധം തന്നെ ചെറിയൊരു സാഹചര്യത്തിൽ ഷൂട്ട് ചെയ്തെടുക്കുകയും ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? മൊബൈലിൽ പാട്ടിട്ട് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയിട്ട് നേരെ വന്ന് ഷോട്ട് എടുക്കുന്ന രീതിയായിരുന്നു ചെയ്തത്. കറക്റ്റ് ഈ വസ്തുവിന് സമീപമായിട്ടുള്ള വീട്ടിൽ നമ്മൾ അനുവാദമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ വീട്ടിൽ നട്ടിരിക്കുന്ന ചെടികളൊക്കെയാണ് നമ്മുടെ മുന്നിൽ ഈ കാണുന്നതൊക്കെ. ശരിക്കും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വളരെ മനോഹരമായൊരു ദൃശ്യമാണ് നമുക്ക് കാണാവുന്നത്. മുഴുവനായിട്ടുള്ള ഒരു വലിയ പാടത്തിൻ്റെ ഒരു ദൃശ്യം. നമ്മുടെ നിത്യതി മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സീനറി തന്നെയായിരുന്നു. பாங்குயிலே பூங்குயிலே சேரி ஒன்று கேடு ஒன்னமான இட தேடி வரும் நாடு எந்த நாடு. பாங்குயிலே பூங்குயிலே சேரி ஒன்று கேடு ஒன்னமான